ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. ഏതായാലും എല്ലാവരും കേൾക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണേ. ലൈക്ക് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നെങ്കിൽ അങ്ങനെ, നിങ്ങളിപ്പം അപ്കമ്മിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങനെ, എന്താണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട്. ഓക്കെ. നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ഞാൻ ചെയ്ത മാനിഫെസ്റ്റേഷൻ വരും. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അല്ലാണ്ട് പല മാനിഫെസ്റ്റേഷനും നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടാകും. ഓഫ് കോഴ്സ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ എന്തോ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പം നമുക്ക് നോക്കാം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ റിയാലിറ്റിയിൽ വരുന്നതിനുള്ളൊരു തടസ്സം എന്താണ് എന്നുള്ളത് നമുക്ക് ഏതായാലും നോക്കാം. ഓക്കെ. എന്താണ് സ്പിരിറ്റ് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് എന്താണ് റെസണേറ്റ് ചെയ്യുന്നത് അതെടുക്കുക. ഓക്കെ. അല്ലാത്തത് വിട്ട് കളയുക. താങ്ക് യു സ്പിരിറ്റ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻസിൻ്റെ ഡിലേയ്സ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഡിലേയ്സ് ഉണ്ടാകുന്നത് സ്പിരിറ്റ്? താങ്ക് യു. ഫസ്റ്റ് വൺ നമ്മുടെ കാർഡ് വന്ന് വീണത് ഹാപ്പി ഫാമിലിയാണ്. Door to value, adjacent possibilities, and finally action. Fourth chakra, Archangel Raphael. Okay. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നിങ്ങൾ പല ആൾക്കാരും, ചില ആൾക്കാർ ഹാപ്പി ഫാമിലി ആയിട്ട്, അതായത് ഫാമിലി വളരെ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളതായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചിലർ ഉറപ്പായിട്ടും മണി മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. ചില ആൾക്കാർ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ആക്ഷൻ എടുക്കണം എന്നൊക്കെ, നമ്മൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, ലൈക്ക് ആക്ഷൻ എടുക്കണം, കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പലതും നടക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടാവാം. പിന്നെ ചില ആൾക്കാരുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്ര, നമ്മുടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് വളരെ ഓപ്പൺഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയിരിക്കും. കാര്യം ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ കോർ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, നമ്മുടെ 7 ചക്രാസിനകത്ത് മിഡിൽ പോർഷനായിട്ടുള്ള ഒരു ചക്രയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ചക്ര. അപ്പം ഈ ഹാർട്ട് ചക്ര എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബേസ് ചക്രാസ് ആയിട്ടുള്ള റൂട്ട്, സേക്രൽ, സോളാർ പ്ലെക്സസും അതുപോലെ തന്നെ അപ്പർ ചക്രാസ് ആയിട്ടുള്ള എന്താ പറയുക ത്രോട്ട്, തേർഡ് ഐ ചക്ര ആൻഡ് ക്രൗൺ ചക്ര, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. മെയിൻലി ഇത് നമ്മുടെ ഹാർട്ട് ചക്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ഇതെല്ലാം എനർജീസാണ്, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എനർജിയാണ്. അപ്പം ഹാപ്പി ഫാമിലി ആണെങ്കിലും ഫാമിലിയിലെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഹാപ്പി എന്ന് പറയുന്നതേ ഒരു എനർജിയാണ്. നമുക്കില്ലാത്ത സാധനം ആയതുകൊണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അവിടെ തടസ്സം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ തടസ്സക്കാരൻ നമ്മുടെ ഹാർട്ട് ചക്ര തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അതെന്തുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ചക്ര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിട്ടുള്ള ഇഷ്യൂസോ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലൈക്ക് ചില ആൾക്കാർക്ക് മണിയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അത്ര സുഖകരമായിരിക്കില്ല. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ ബാക്കിയുള്ള ചക്രാസ് ആക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര വളരെയധികം ആക്ടിവേറ്റഡ് ആയിരിക്കും. വളരെയധികം ഓവർലി ആക്ടിവേറ്റഡ് എന്നല്ല, എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത്, മനസ്സിനൊരു ധൈര്യം വരണ്ടേ. അപ്പം ആ ഒരു കാര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പം അത് ചില ആൾക്കാരുടെ കേസിൽ അത് എന്തായിരുന്നാലും ആക്ടിവേറ്റഡ് അല്ല. അതാണ് മെയിനായിട്ട് ഈ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ 1-2 റീസൺസ്. ഇത് ഈ പറഞ്ഞ പോലെ റിയാലിറ്റിയിൽ വരാത്തതിൻ്റെ. ഒരു സെക്കൻഡ്. ഓക്കെ. ഓൾ റൈറ്റ്. അപ്പം മെയിനായിട്ടുള്ള എനർജീസ് എനിക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 4/31/24, 17, 11, 6, 8,
ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത്. നോക്കാം നമുക്ക് എന്താ ഫർദറായിട്ട് സ്പിരിറ്റിന് നമ്മുടെ അടുത്ത് പറയാനുള്ളതെന്ന്. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ നോക്കി. ഓക്കെ, അതിന് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്. നമുക്ക് അറിയേണ്ടത് ഇത് ഡിലേയ്സിൻ്റെ ഗൈഡൻസ് ആണ്. അബണ്ടൻസ് ഉറപ്പായിട്ടും നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അബണ്ടൻസും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റായി വരും. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, പവറിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഭയങ്കര ലൈറ്റിംഗ് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണോ അതോ ലൈറ്റിംഗ് കുറച്ച് കുറവാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത് വന്നിരിക്കുന്ന കാർഡ് പവറിൻ്റെ ആണ്. ഉറപ്പായിട്ടും നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ആക്ഷൻ എടുക്കാനുള്ള എനർജി നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. പലതും നമുക്ക് തിരിച്ചറിവ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ട് ചക്രയുടെ ഓപ്പൺ ആയിട്ടിരിക്കണം എന്നും നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ അപ്പം നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ആണ്. എപ്പോഴും നമ്മളൊരു ഇമോഷണലി ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം പല കാര്യങ്ങളും നമ്മൾ പോലും വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഇൻഡെപ്തായിട്ട് നിങ്ങളുടെ റീസൺ ഫോർ എന്താ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റിയിൽ വരാത്തതിൻ്റെ റീസൺ ഇൻഡെപ്തായിട്ടും കൂടെ ഒന്ന് നോക്കാം. ടാറോ വെച്ചിട്ട് സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് ഇൻഡെപ്തായിട്ട് ഇവരുടെ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ പലപ്പോഴും ടയേർഡായി പോകുന്നുണ്ട്. ഓക്കെ, ടയേർഡായി പോകും. 9 ഓഫ് വാണ്ട്സിൻ്റെ കാർഡ് വരുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഇത് സാധനമൊന്നും വരുന്നുമില്ല, കുറേ നാളായിട്ട് വരുന്നു ഇപ്പോൾ വരും എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഈ സാധനം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കേട്ട് നമ്മൾ അവസാനമാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടയേർഡായി പോകും. അപ്പം അങ്ങനെ ഒരു ടയേർഡ്നെസ് ഞാനിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ കേസിൽ. ഓക്കെ, ഈ പറഞ്ഞ 9 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില ആൾക്കാർ നിങ്ങളിൽ ചില ആൾക്കാർ ഉറപ്പായിട്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങൾ ആലോചിക്കുന്നതല്ലാതെ ഒന്നിനും വേണ്ടുന്ന രീതിയിലുള്ള ആക്ഷൻസോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങളൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ആലോചനയ്ക്കാണെങ്കിൽ തീരെ കുറവുമില്ല. അതാണ് മെയിനായിട്ടുള്ള വേറെ എനർജി. പക്ഷേ നിങ്ങൾ ചില ആൾക്കാരുടെ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ആൻഡ് ലവ്ഡ് വൺസ് നമ്മൾ മരിച്ചുപോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടുന്ന ബലിതർപ്പണമാക്കിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല, എന്തെങ്കിലും മുടക്കങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു റീസൺ ആവാം നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻസ് റിയാലിറ്റിയിൽ വരാത്തതിൻ്റെ. കാരണം ഇവരുടെ ബ്ലെസ്സിങ്സ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. പല കാര്യങ്ങൾ നടക്കാനും നമ്മുടെ ലൈഫിലെ സക്സസ്സും ബാക്കി മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ വരാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉറപ്പായിട്ടും നമ്മുടെ എന്താ പറയുക നമ്മുടെ പൂർവികർക്കുണ്ട്. ആൻസിസ്റ്റേഴ്സ് നമ്മുടെ പാസ്റ്റ് മരിച്ചുപോയ ആൾക്കാർക്കും അവരുടെ ബ്ലെസ്സിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബലിതർപ്പണം അങ്ങനെ തർപ്പണങ്ങൾ എന്തെങ്കിലുമൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകാദശി വരുന്നുണ്ട്. നമ്മുടെ ഏകാദശി 27th വരുന്നുണ്ട്. അപ്പം അന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ മുടക്കമുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ മെഡിറ്റേഷൻസ് പലതും മുടങ്ങിക്കിടപ്പുണ്ട്, നിങ്ങൾ മടിയാണ്, എനിക്ക് വയ്യാന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ മാക്സിമം ചെയ്യുക. കാരണം ഈ മെഡിറ്റേഷൻ്റെ ഇവിടെ നിങ്ങൾ കണ്ടാലറിയാം, ഇവിടെ പുള്ളിക്കാരത്തിയുടെ ബാക്കിയുള്ള ചക്രാസിനേക്കാളും ഹൈലൈറ്റ് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രമാണ്. മെഡിറ്റേഷൻ സ്റ്റാർട്ടായ ഈ പറഞ്ഞ പോലെ മുടക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്യുക, മീൻസ് റീസ്റ്റാർട്ട് ചെയ്യുക. ഇല്ല ഈ പറഞ്ഞ പോലെ ചെയ്യണം എന്നെ പോലെ ഇന്ന് വീഡിയോ ചെയ്യാം നാളെ വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുന്ന പരിപാടി മതിയാക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. കാരണം ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കാരണം മെഡിറ്റേഷൻ ഭയങ്കര പവറാണ്. ലൈക്ക് നമ്മുടെ ചക്രസിനെ അലൈൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ നേരിട്ട് കൊണ്ടുവരാനും ഒക്കെ. അതുപോലെ ചില ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ആക്ഷൻ എടുക്കാണ്ട് കമ്മ്യൂണിക്കേഷൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ആക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം വരും. അല്ലെങ്കിൽ ഞാനെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നാൽ പറ്റില്ല.
അല്ലേ? ഇപ്പം നമുക്ക് നമ്മൾ പറയില്ലേ, നമുക്കൊരു ജോബ് വേണം, നമ്മൾ ഇന്ന ജോബ് വേണം എന്നുള്ള രീതിയിൽ എല്ലാ ജോബിൻ്റെ എല്ലാ ക്രൈറ്റീരിയാസും എഴുതി വെച്ചു. ഇത്ര ആയിരിക്കണം സാലറി, ഇങ്ങനെ ആയിരിക്കണം ടൈമിങ്, ഇങ്ങനെയുള്ള കൊളീഗ്സ് ആയിരിക്കണം, ഇന്ന പാക്കേജസ് ആയിരിക്കും എനിക്ക് കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന അപ്ലിക്കേഷൻസ് കൊടുക്കുക, പലരുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ് ത്രൂ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും സപ്പോർട്ട്സ് എടുത്ത് നമ്മൾ മാക്സിമം എന്താ പറയുക കണക്റ്റ് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അതിലൂടെ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ആഗ്രഹിച്ച പോലെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷനെ വെയിറ്റ് ചെയ്തിരുന്നാൽ പോരാ, നമ്മൾ അതിന് വേണ്ടുന്ന ചെയ്യുക. ചില ആൾക്കാർ പഠിക്കണം, എന്തെങ്കിലും കോഴ്സ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന അല്ലാണ്ട് ചെയ്യാൻ മടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആയിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. അത് മിക്കവാറും ചില ആൾക്കാർ ഉറപ്പായിട്ടും ജോബ് റിലേറ്റഡ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടായിരിക്കണം മേ ബി പറഞ്ഞ പോലെ ഈ പറഞ്ഞ കോഴ്സിൻ്റെ കാര്യം വന്നിരിക്കുന്നത്. ഓക്കെ, എനർജറ്റിക്കലി അല്ലെങ്കിൽ മോണോളജി കാർഡ്സിനകത്ത് നോക്കാം. ഫർദർ നമുക്ക് എന്താ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ റിയാലിറ്റിയിൽ വരാത്തതിൻ്റെ റീസൺ എന്താണെന്നൊന്നുകൂടെ നോക്കാം. ഫർദറായിട്ട് നമ്മൾ എന്താ അറിയേണ്ടതെന്നുള്ള മാനിഫെസ്റ്റേഷൻ, ഡിലേ ഇൻ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ചില ആൾക്കാർ ഇവിടെ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യാണ്ട് എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി റാൻഡംലി വന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഉറപ്പായിട്ടും നിങ്ങളിൽ ചില ആൾക്കാർ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ഇമോഷനിൽ തന്നെ ഇരിക്കുക. ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബിഗിൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾസ്. പിന്നെ ചില ആൾക്കാരുടെ കേസിൽ ഇത് ഇത്രയും ആപ്ലിക്കബിൾ അല്ല, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം എത്താറായി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളിൽ ചില ആൾക്കാരുടെ എങ്കിലും മാനിഫെസ്റ്റേഷൻസ്. ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്, ഇനി റിയാലിറ്റിയിൽ വന്നാൽ മതി എന്നുള്ള സിറ്റുവേഷനുള്ള ആൾക്കാർ ഉറപ്പായിട്ടുണ്ടാവും. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്, ഞാനിത് ഈ കാർഡ് കണ്ടപ്പോഴേ പറഞ്ഞാണ്, നിങ്ങൾ ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. മെഡിറ്റേഷൻ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ. അപ്പം അത് മടി കാണിക്കരുത്, ഉറപ്പായിട്ടും ചെയ്യുക. ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പറയില്ലേ, പലതും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യം ഉറപ്പായിട്ടും ഇതിനകത്തുണ്ട്. അടുത്ത് ഫൈനലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഞാൻ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടുന്ന രീതിയിൽ കുറച്ചൊരു മാറ്റവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ എൻഡിൽ നിന്നും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ വേറൊരാൾ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നമ്മൾ ആ മാറ്റമായിട്ട് മാറുക, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് തടസ്സങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഗൈഡൻസും റിലീസ് ചെയ്യേണ്ട എന്താണെന്ന് നോക്കാം. ഓക്കെ, റിലീസ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹീൽ യുവർ ഇന്നർ ചൈൽഡ് ഗൈസ്. കാരണം നിങ്ങൾ പല ആൾക്കാരുടെ ഇന്നർ ചൈൽഡ് വളരെയധികം എന്താ പറയുക ഹർട്ടാണ്, വേദനിച്ചിരിക്കുന്ന നമ്മൾ പറയില്ലേ, ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കി വെക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ ഹാപ്പി ആക്കി വെക്കുക എന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഈ കുട്ടിയായിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഒരു വലിയ ആളായി മാറേണ്ടി. അതൊരു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് അങ്ങനെ കുഞ്ഞായിട്ടിരുന്ന് കുഞ്ഞ് കളിച്ച് കിടക്കാൻ പറ്റില്ല. ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു ഇമോഷൻസ് ഒന്നും ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റേതായ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടുണ്ട്. അപ്പം ആ ഒരു ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് വരും. ഓക്കെ, അലോ മീ ടു ഗീവ് കമ്പാഷൻ ആൻഡ് ലവ് ടു ദാറ്റ് ലിറ്റിൽ വൺ, ലെറ്റ് മീ അറ്റൻഡ് ടു ഇറ്റ്സ് ഡീപ്പസ്റ്റ് നീഡ്സ് ആൻഡ് ഫീലിങ്സ്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറയാം ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഭയങ്കര ചൈൽഡിഷ് ആയിരിക്കും, മനസ്സിലായി. നമ്മൾ പറയും ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെ മടിച്ച് നിൽക്കരുത്. ചിലതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് തോന്നി അങ്ങ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇന്നർ ചൈൽഡ് തന്നെ അതിലൂടെ ഹീലാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലൂടെ നമുക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ് കിട്ടും. അത് നമ്മുടെ ഉറപ്പായിട്ടും ഹാർട്ട് ചക്രയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഹാർട്ട് ചക്ര അവേക്കനിങ് അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിന് ഭയങ്കരമായിട്ട് സഹായിക്കും. സാക്രിഫൈസ് സംടൈംസ് സറണ്ടർ ഈസ് പെയിൻഫുൾ. God's cutting away all that needs to go, illusions, obsessions, addictions. It's a sacrifice to love.
ചില ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കെട്ടിപ്പിടിച്ച് ഇറക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യുമ്പോഴത്തേനാണ് ഇതിൽ ആ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ലൈഫിൽ അത് റിയാലിറ്റിയിൽ അത് മാനിഫെസ്റ്റായി വരുന്നത്. ഓക്കെ, പിന്നെ ചില ആൾക്കാരുടെ അടുത്ത് ഇവിടെ ഉറപ്പായിട്ടും എന്താ പറയുക, സറണ്ടർ എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. അതായത് പല കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ചെയ്തു, ഇനി നമ്മൾ സറണ്ടർ ചെയ്യുക. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പറയും, ഇല്ല ഞാൻ പെട്ടെന്ന് തന്നെ സറണ്ടർ ചെയ്യുന്നതാണെന്ന്. ഒരിക്കലുമില്ല. നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ചെയ്താലേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരുന്നാലേ പറ്റൂ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ സറണ്ടർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് പല സിറ്റുവേഷൻസ്, അതായത് നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. ചില എന്താ പറയുക, നമ്മുടെ ഇല്യൂഷൻസ്, നമുക്ക് ചില കാര്യങ്ങൾ തോന്നുന്നതും അതുപോലെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ്, അതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, നമ്മൾ വേണ്ടാന്ന് വെക്കും. അതൊക്കെ നമ്മുടെ ഒരു പാർട്ട് ഓഫ് സാക്രിഫൈസ് തന്നെയാണ്. ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് വരുമ്പം, അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ അഡിക്ഷൻസ് വേണ്ട, അതുപോലെ തന്നെ നമുക്ക് ഡിവൈൻ്റെ ലവ് എനർജി മാത്രം മതി. അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈൻ കണക്ഷൻസ് ആണെങ്കിലും നമ്മുടെ എന്താ പറയുക, ഡിവൈനായിട്ടുള്ള സെൽഫ് ലവ്, അതിനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ സാക്രിഫൈസിൻ്റെ കാർഡ്. അത് മാത്രമല്ല, ലെറ്റ് ദ വാൾ ഫോൾ ദാറ്റ് സെപ്പറേറ്റ്സ് മീ ഫ്രം മൈ ഓൺ വൾണറബിൾ ഇന്നർ ചൈൽഡ്. ഇവിടെ ഇന്നർ ചൈൽഡ് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ആൾക്കാർ ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഇന്നർ ചൈൽഡ്, മേ ബി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ പാരൻസിന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എന്തെങ്കിലും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഭയങ്കര കുഞ്ഞതായിരുന്നപ്പോൾ പോയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം വലുതായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ എനർജി എപ്പോഴും ഉണ്ടാകും. ആ ഇന്നർ ചൈൽഡ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഇന്നർ ചൈൽഡ് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ കാണുമ്പം അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിലൂടെ നമ്മുടെ ഇന്നർ ചൈൽഡ് ഒരുപാട് ഹീലാവും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ ആ കുഞ്ഞു പോലെയായി, അതുപോലെ ആ കുഞ്ഞുങ്ങളുടെ ആ എനർജിയുമായിട്ട് കണക്റ്റ് ആയിരിക്കുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും ഇത് ചില ആൾക്കാർക്ക് ഉറപ്പാണ്. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, ഐ ലോങ് ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് ലൈക്ക് നെവർ ബിഫോർ. കാരണം സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ. നമ്മൾ തന്നെയാണ് പ്രയോറിറ്റി. അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുക. എനിക്ക് മറ്റുള്ളവരാണ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ പ്രയോറിറ്റി നമ്മൾ തന്നെയാണ്. നമുക്ക് വേറെ ഉള്ളവരെക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സെൽഫ് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുക. ഹാർട്ട് ചക്ര ഹീലിങ്ങിന് വേണ്ടി, കാരണം ഇന്നർ ചൈൽഡ് ഹീലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് ചക്ര ഹീലായിക്കോളും. കാരണം പല പെയിൻസ്, നമ്മുടെ പാസ്റ്റിലുണ്ടായ പല ഇഷ്യൂസുമാണ് പല പെയിൻസായിട്ട് നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ പെയിൻസ് കാര്യങ്ങളൊക്കെ റിമൂവായി വരുമ്പോൾ, റിലീസായി വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുകയും നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുകയും നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവുകയും ചെയ്യും. ഓക്കെ, അത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ അതിനനുസരിച്ച് എന്താ പറയുക വരികയും ചെയ്യും ഉറപ്പായിട്ടും. നമുക്ക് ഫൈനൽ മെസ്സേജ്: ഫോളോ യുവർ ഹാർട്ട് ആൻഡ് നർച്ചർ യുവർ സോൾ വിത്ത് ലവ് ആൻഡ് ഫ്രീഡം ടു ഗ്രോ. ഡെഫിനറ്റ്ലി നമ്മുടെ ഹാർട്ട് എന്താ പറയുക, നമ്മൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യാനായിട്ട്, നമ്മൾ മറ്റുള്ളവരെ സാറ്റിസ്ഫൈക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യാതെ മാക്സിമം നമുക്ക് എന്താണ് നല്ലതല്ലേ, നമുക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം കണക്ട് ടു ദ ബ്ലൂ ഫ്ലെയിം വിച്ച് ഈസ് ദ ലൈറ്റ് ഓഫ് പ്യുവർ ലവ് വിത്തിൻ യു. നമ്മുടെ അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിലേക്ക് കണക്റ്റഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ലൈഫിൽ എക്സ്പാൻഡ് യുവർ കോൺഷ്യസ്നെസ് ബൈ ഒബ്സർവിങ് ദ ഡിവൈൻ മെട്രിക്സ് ഓഫ് ലൈഫ്. നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിലായിട്ടും. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ടൈം ടു റിവീൽ യുവർ റേഡിയന്റ് ലൈറ്റ് ടു ദ വേൾഡ്. നിങ്ങൾ പല ആൾക്കാരും ഉറപ്പായിട്ടും ഏഞ്ചൽസാണ്, എർത്ത് ഏഞ്ചൽസാണ്. പല ആൾക്കാരും ഗൈഡ് ചെയ്യാനും പലർക്കും വേണ്ടുന്ന ഗൈഡൻസ് കൊണ്ടുവന്നിരുന്ന അതുപോലെ ഹീലിങ്ങിൻ്റെ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ അടുത്തൊക്കെ ഒരു കൺഫർമേഷനാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വന്നില്ല, കുറച്ച് ഡിലേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഡിസ്ഹാർട്ടഡ് ആവരുത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നോളും. അപ്പം അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക.
ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് വരട്ടെ. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിലേഡ് മാനിഫെസ്റ്റേഷൻ്റെ സൊല്യൂഷൻസ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ആ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാർട്ട് ചക്ര ഹീൽ ചെയ്തൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റിയിലേക്ക് വരും. അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാനും അതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ പറ്റും. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു പലർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരാത്തതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. നമുക്ക് ഇനി അടുത്ത റീഡിങ്ങിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.